ഹലോ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഈ തൂമ്പയൊക്കെ പിടിച്ചിട്ട് എന്താ പരിപാടി എന്നല്ലേ. അപ്പോൾ വേറൊന്നുമല്ല, നമ്മളൊരു ചെറിയൊരു അടുപ്പുണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. ചിലവ് കുറച്ചെങ്ങനെ ഒരു അടുപ്പുണ്ടാക്കാമെന്ന് നമുക്കിതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഒരു അടുപ്പുണ്ടായിരുന്നു, നമ്മൾ ചെറിയൊരു അടുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു തൽക്കാലത്തേക്ക്. അപ്പോൾ അതെല്ലാം പൊളിച്ച് അവിടുത്തെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വാരി വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഇതെൻ്റെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ളൊരു പണിയാണ് കേട്ടോ. അതാണ് ഞാൻ 8 മിനിറ്റിലല്ല 9 മിനിറ്റിൽ ചുരുക്കി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അങ്ങനെ ഇതാ മുഴുവനൊന്ന് വാരി വേസ്റ്റ് മുഴുവനൊന്ന് വാരി അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. എന്നിട്ട് വേണം നമ്മുടെ പണി അവിടെ തുടങ്ങാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ വേസ്റ്റ് മുഴുവൻ ഞാൻ എടുത്തിട്ട് നമ്മുടെ അങ്ങ് കുറേ അങ്ങ് കിണറിൻ്റെ ഒക്കെ അങ്ങ് കൊണ്ട് കളയുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ കിണർ പണി കഴിഞ്ഞിട്ടുണ്ട്. കിണർ ഇതാണ് നമ്മുടെ കേട്ടോ, പുതിയ കിണറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെയൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കുകയാണ് കേട്ടോ. എത്ര വേണമെന്ന് ഞാനും അമ്മയും കൂടെ വർത്താനം പറഞ്ഞിട്ട് എത്ര വേണം എന്നുള്ളതെല്ലാം റെഡിയാക്കി എടുക്കണം. പിന്നെ നമ്മുടെ ഒരു മരത്തിൻ്റെ വേരുള്ളത് കൊണ്ട് അതൊരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അതൊന്ന് എങ്ങനെയൊക്കെയോ കൊത്തിമുറിച്ച് റെഡിയാക്കി എടുത്തു. അതിന് ശേഷം ഞാൻ എന്താ പറയുക, ലെവലാക്കിയത് ഒരു ഇച്ചിരി ഒരു ഇതുണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്തോന്ന് എടുത്തു, അമ്മ അതൊന്ന് ലെവലാക്കി കേട്ടോ. അത് പിന്നെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. കാണിക്കാത്തത് എന്താണെന്ന് ചോദിച്ചാൽ അമ്മയ്ക്ക് വീഡിയോയിൽ വരുന്ന താല്പര്യമില്ല. അമ്മയ്ക്കൊന്നുമില്ല, അമ്മയ്ക്ക് പപ്പയ്ക്കൊന്നും വീഡിയോയിൽ വരുന്ന താല്പര്യമില്ലാത്തതുകൊണ്ട് അവരെയൊന്നും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് അമ്മ ആ സൈഡിൽ നിന്നതും. അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ പഴയ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് പൊട്ടിയ കട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് മുകളിലായിരുന്നു ഇട്ടുണ്ടായിരുന്നത് കേട്ടോ. മുകളിലത്തെ നിലയിലായിരുന്നു. അപ്പം നമ്മളത് ഞാൻ എടുത്തുകൊണ്ട് വരികയാണ്. അപ്പം മുകളിലിരിപ്പുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടുന്ന് സാധനങ്ങളൊക്കെ മാറ്റി അതിൻ്റെ അടിയിൽ നിന്ന് നമ്മൾ ഈ എന്താ പറയുക കട്ട പറക്കിയെടുക്കുകയാണ്. ലാസ്റ്റ് ആയപ്പോൾ ഒന്ന് കുഞ്ഞൂസും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുവരെ അവൾ ടി വി കാണുമായിരുന്നു. ഞാൻ എടുക്കുന്ന കണ്ടപ്പോൾ അവൾ ആവേശത്തിനൊന്ന് വന്നതാണ്. വന്ന് ഒരു കട്ടയൊക്കെ അവളൊന്ന് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് അവൾ കൊണ്ടു തന്ന കട്ട. അതൊന്ന് എടുത്ത് വെച്ചതിന് ശേഷം എനിക്ക് തോന്നി അത് നമ്മൾ നേരെ വെക്കേണ്ടതിൻ്റെ നടുക്കായിപ്പോയി വെച്ചതെന്ന്. അതൊന്ന് എടുത്ത് സൈഡിലേക്ക് രണ്ട് സൈഡിലേക്കൊന്ന് മാറ്റി വെക്കുകയാണ്. അത് മാറ്റിയതിന് ശേഷം ഞാൻ വേഗം പോയിട്ട് മണ്ണ് കോരിക്കൊണ്ട് വരികയാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലിടാൻ വേണ്ടിയിട്ട്. ആ വെള്ള ബക്കറ്റാണ് ഞാൻ കൊണ്ടുപോയത്. പക്ഷേ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കിണർ തേക്കിയപ്പം വെള്ളം അങ്ങോട്ട് അടിച്ച് വിട്ടപ്പം മണ്ണ് മുഴുവൻ നനഞ്ഞതായതുകൊണ്ട് ഭയങ്കര വെയിറ്റായിരുന്നു എടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ആ വെള്ള ബക്കറ്റ് എടുത്തത് തന്നെ കേട്ടോ. എടുത്തു കഴിഞ്ഞപ്പം തോന്നി ഇന്നല്ല ഈ കൊല്ലം നമുക്ക് ഈ അടുപ്പിൻ്റെ പണി തീരില്ല എന്ന് എനിക്ക് മനസ്സിലായി. ആദ്യം ഞാൻ എന്തുകൊണ്ടെടുത്ത് ആ മണ്ണൊക്കെ ഒന്ന് ലെവലാക്കി കുറച്ചിട്ട് കൊടുക്കും, പിന്നെ ഒന്ന് ലെവലാക്കും, അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അതിന് ശേഷം ഞാൻ വീണ്ടും മണ്ണെടുത്തുകൊണ്ട് വന്നിട്ട് വീണ്ടും ഇതേപോലെ തന്നെ കുറച്ചുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അമ്മ എനിക്ക് എങ്ങനെയാണ് വെക്കേണ്ടതെന്നുള്ളതൊന്ന് കാണിച്ചു തന്നാണ്. അപ്പോൾ അത് ഞാനൊന്ന് വെച്ചതിന് ശേഷം എനിക്ക് തോന്നി ഈ കൊല്ലം തീരില്ല എന്ന് തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ ബക്കറ്റൊന്ന് മാറ്റി പിടിച്ചു. വെള്ള ബക്കറ്റ് അവരെടുത്തു, പകരം ഞാൻ ചുമന്ന ബക്കറ്റിലായിട്ടോ പിന്നെ മണ്ണ് കൊണ്ടുവന്നത്. എന്നിട്ട് മണ്ണ് കൊണ്ടിടും, അതിന് ശേഷം ഞാനൊന്ന് ലെവലാക്കി കൊടുക്കും, എന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കും. എന്നാലല്ലേ അവിടെ ഒന്ന് എന്താ പറയുക സെറ്റായി കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടായിരുന്നു. പിന്നെ മണ്ണ് കൊണ്ടലും പിന്നെ കട്ട ചുമക്കലും ഇച്ചിരി ടാസ്ക്കായിരുന്നു. കട്ടയില്ലായിരുന്നു, കട്ടയാകെ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, ഇത് തികയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അത് രണ്ടുമായിരുന്നു ഏറ്റവും വലിയ എൻ്റെ ടാസ്ക് എന്ന് പറയുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നിയ കാര്യങ്ങൾ രണ്ടും അത് തന്നെയായിരുന്നു. അപ്പം മണ്ണ് കൊണ്ടിടും നേരത്തും ഇത് തന്നെയായിരുന്നു കേട്ടോ കൂടുതലും ഉണ്ടായിരുന്നത് തന്നെ. പിന്നെ സൈഡിലൊക്കെ മണ്ണിട്ട് ലെവലാക്കി കൊടുക്കുകയാണ്. ഈ പൊത്തൊക്കെ കാണുന്നിടത്തൊക്കെ നമ്മൾ മണ്ണിട്ട് ലെവലാക്കി കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതൊന്ന് തടയാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ സൈഡിലേക്ക് ഇങ്ങനെ മണ്ണൊക്കെ ഇട്ട് റെഡിയാക്കി കൊടുക്കുന്നത്. വീണ്ടും നമ്മൾ ഇത് തന്നെ സെയിം തുടരുന്നത് മണ്ണ് കൊണ്ടിടുക. പക്ഷേ നമുക്കിപ്പം 1 രൂപ പോലും മുടക്ക് വരുന്നില്ല കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. ഒന്നും അങ്ങനെ വന്നിട്ടില്ല എന്ന് തന്നെ പറയാം നമുക്ക്. കാരണം മണ്ണ് നമ്മുടെ കിണർ പണീൻ്റെ മണ്ണ് ഇവിടെ കിടപ്പുണ്ടായിരുന്നു ചെയ്തതിൻ്റെ. അപ്പോൾ അതും ഉണ്ടായിരുന്നു. കട്ടയും നമ്മൾ എടുത്ത് കൊണ്ടുവന്നതും അല്ലാത്തതൊക്കെ കട്ടയുണ്ടായിരുന്നു. നമ്മൾ അതും എടുത്ത് കഴിയുമ്പോൾ നമുക്ക് വലിയ പണിയൊന്നുമില്ല, നമുക്ക് എളുപ്പമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കട്ട താഴേന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ താഴത്തെ പോരാൻ തോന്നിയപ്പം ഞാൻ പിന്നെ മുകളിലത്തെ ഒരു വീട്ടിൽ പോയിട്ട് ഞാൻ എടുത്തുകൊണ്ട് വരികയാണ്. അമ്മ അവിടുന്ന് എടുത്ത് തരികയാണ്, ഞാനിവിടെ കൊണ്ടിടുകയാണ്. ഒരു ട്രിപ്പ് കൊണ്ടിട്ടപ്പോൾ തോന്നി എനിക്ക് പാളിപ്പോയി, അബദ്ധം പറ്റിയെന്ന്. കാരണം കൊണ്ടിട്ട കട്ട മുഴുവൻ പൊട്ടിപ്പോയി. അത് കഴിഞ്ഞിട്ട് പതിയെ സാവധാനം എടുത്ത് പതിയെ വെച്ച് നോക്കുകയാണ്. എന്നാലും വെയിറ്റ് കാരണം താഴേക്ക് എടുക്കാൻ പറ്റുന്നില്ല. എന്നാലും താഴെ വീണു, ചിലതൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഈ അടുപ്പിൻ്റെ സൈഡിൽ വെക്കാനാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇതാ സൈഡൊന്ന് ലെവലാക്കി എടുക്കുകയാണ് കേട്ടോ.
സൈഡിൽ പിന്നെ ഞാൻ ഇതേപോലെ കട്ട വെച്ചു. കട്ട വെച്ച് കഴിഞ്ഞപ്പം അവർ പറഞ്ഞു, ബാക്കിൽ അമ്മ ഉണ്ടായിരുന്നു, വീടിൻ്റെ അടുത്തുള്ള ചേച്ചി ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു ഇങ്ങനെ വെക്കണ്ട, കാരണം അത് വീണ്ടും ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ കുത്തനെ വെച്ചത് നേരെ വെച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും ഞാൻ ഇതേപോലെ തന്നെ മണ്ണ് വീണ്ടും 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 ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മുടെ കബോർഡിൻ്റെ ഒരു ചെറിയ പീസ് ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് ലെവലാക്കി കൊടുക്കുന്നു, മണ്ണിട്ട് കൊടുക്കുന്നു, വീണ്ടും നമ്മൾ കല്ല് വെക്കുന്നു. എൻ്റെ കേക്കിൻ്റെ പണിയാണ് ഇങ്ങനെയാണോ, നമ്മളൊരു കേക്ക് വെക്കും, ക്രീം തേക്കും, അതിൻ്റെ മുകളിൽ സാധനം ഇടും, അതിൻ്റെ മുകളിൽ വീണ്ടും കേക്ക് വെക്കും, ക്രീം വെക്കും, അതേ സിസ്റ്റമാണ് കേട്ടോ, ഒരു മാറ്റവും ഇല്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ മണ്ണ് കലക്കിയിട്ട് സൈഡൊന്ന് പൊത്ത് കാണുന്നിടത്ത് വീണ്ടും ഞാൻ ഇതേപോലെ തന്നെ മണ്ണ് തേച്ച് ലെവലാക്കി കൊടുക്കുകയാണ്. അത് പൊത്തടച്ച് പോവുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന്. പിന്നെ ഞാൻ മണ്ണെടുത്തുകൊണ്ട് വരികയാണ്. ഞാൻ പറഞ്ഞത്, ഇതാണ് എനിക്ക് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത്, മണ്ണെടുത്തുകൊണ്ട് വരൽ. അവസാനമായപ്പോഴേക്കും ഞാൻ കുഴഞ്ഞു, എടുത്തുകൊണ്ട് വന്ന് അങ്ങനെ വീണ്ടും ഞാൻ ലെവലാക്കുന്നു. കുഞ്ഞൂസും ലച്ചു ഇടയ്ക്കിടയ്ക്ക് വന്ന് നമുക്ക് എന്താ പറയുക, ആ വെള്ള ബക്കറ്റിൻ്റെ ഉള്ളിൽ അവർ കുറച്ച് അവർക്ക് പറ്റുന്ന തൊട്ട് എടുത്തുകൊണ്ട് തരുന്നുണ്ട് കേട്ടോ. ഇത് പിന്നെ ലാസ്റ്റത്തെ ട്രിപ്പാണ് മണ്ണ് കൊണ്ടുവന്ന്. ആ മണ്ണ് കൊണ്ടുവന്നതിന് ശേഷം അമ്മ പറഞ്ഞു, എന്നാൽ പിന്നെ ഇങ്ങനെ ഞാൻ കല്ല് വെച്ച് തരാം, നമുക്ക് അടുപ്പിനുള്ള കല്ല് വെച്ച് കലം വെച്ച് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അമ്മ അങ്ങനെ ഒന്ന് റെഡിയാക്കി തന്നു കേട്ടോ. അപ്പം അതാണ് ഈ കാണുന്നത്, അമ്മയൊന്ന് കല്ല് വെച്ച് എല്ലാം ലെവലാക്കിയത് എടുത്തതാണ് കേട്ടോ. അതാണ് അമ്മേൻ്റെ മുഖമൊന്നും കാണിക്കാത്തത്. അപ്പം നിങ്ങൾ വിചാരിക്കും ചിലവൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഇവളെന്താ ഈ ടൈലും ഇതൊക്കെ വെച്ചതെന്ന് വിചാരിക്കും. വേറെ ഒന്നുമല്ല, നമ്മുടെ പഴയ ബാത്റൂമിൻ്റെ കുറച്ച് ടൈൽ ബാക്കിയുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ സിമൻറ്റ്, നമ്മുടെ കിണർ പണീൻ്റെ കുറച്ച് സിമൻറ്റൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൂടി എടുത്ത് നമ്മൾ പിന്നെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സൈഡിലൊട്ടിച്ച് വെച്ച് തന്നേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടൈലും ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ലെവലാക്കി ഇതേപോലെ ഉണ്ടാക്കുവാണേലും നല്ലതാണ് കേട്ടോ. മണ്ണും കട്ടയും മാത്രം ഉള്ളത് കൊണ്ട് ഉണ്ടാക്കുവാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പം നമ്മൾ അതിന് ശേഷം വീണ്ടും കുഴച്ച് റെഡിയാക്കുകയാണ്, മണ്ണ് കുഴയ്ക്കുകയാണ്, വേറൊന്നുമില്ല. സൈഡിൽ ഒന്നുകൂടി ഒന്ന് ലെവലാക്കാനുണ്ട്, എന്താ പറയുക, പൊത്തുണ്ട്, ബാക്ക് വശത്ത് പൊത്തുണ്ട്, പിന്നെ സൈഡിലൊക്കെ ഒന്ന് ലെവലാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ മേസ്തിരിമാരുടെ കത്തി, അതിൻ്റെ പേരെന്താണെന്ന് അറിയത്തില്ല, ആ കത്തി വെച്ചൊന്ന് ലെവലാക്കാൻ നോക്കി, പക്ഷേങ്കിൽ ഒരു രക്ഷയില്ല, അത് നടക്കുന്നേ ഇല്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ കൈ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ എല്ലായിടം തേച്ച് മണ്ണൊക്കെ തേച്ച് പിടിപ്പിച്ചു. അതിനുശേഷം എൻ്റെ അഹങ്കാരം എന്ന് പറയാം, ഞാനൊന്ന് സൈഡിലൊന്ന് കുറച്ച് മോടി കൂട്ടിയതാണ്, കുറച്ച് ടൈൽ പൊട്ടിയതുണ്ടായിരുന്നു, അതിൽ ഇച്ചിരി സിമെൻറ്റ് തേച്ച് സൈഡിൽ വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് നടക്കുന്ന കാര്യമല്ല എന്ന്. അങ്ങനെ ഒരു വശത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് പറ്റാണ്ടായി, ഞാൻ പിന്നെ അത് നിർത്തി. പിന്നെ അപ്പോഴേക്കും തന്നെ സമയം 5:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കുളിക്കാനും പിന്നെ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പിന്നെ ആ ഒരു വശത്തോടു കൂടി ഞാനങ്ങ് എന്താ പറയുക, ടൈലൊട്ടിക്കൽ നിർത്തി, വേറെ ഒരു വശത്തും ചെയ്തില്ല. കാരണം ഇന്ന് ഞാനത് എടുത്ത് നോക്കുമ്പോൾ തന്നെ അത് പൊളിഞ്ഞു പോരുന്നുണ്ടായിരുന്നു. വെറുതെയാണ് നമ്മൾ ടൈൽ അവിടെ ഒട്ടിച്ച് വെക്കുന്നത്. ഞാൻ ഓരോ സ്ഥലത്തൊക്കെ ഇങ്ങനെ എന്താ പറയുക, വീടുകളിലൊക്കെ ഇങ്ങനെ അടുപ്പിനല്ല കേട്ടോ, അല്ലാത്തതിനൊക്കെ ഇങ്ങനെ ഒട്ടിക്കുന്നത് കണ്ടപ്പം എനിക്കൊരു ആവേശം തോന്നിയിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് ചെയ്ത് നോക്കി. പിന്നെ ഞാൻ മടുത്തു. പിന്നെ കണ്ടവരൊക്കെ പറഞ്ഞു നല്ലൊരു അടുപ്പാന്നൊക്കെ പറഞ്ഞു. ഞാൻ വീഡിയോ കോളിൽ ചെയ്ത് എല്ലാവരും കാണിച്ചെടുത്തപ്പം എൻ്റെ ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ടതിൻ്റെ ഒരു അഹങ്കാരം എന്ന് പറയാം, ഞാൻ എല്ലാവരും കാണിച്ചു കൊടുത്തപ്പം എല്ലാവർക്കും ഇഷ്ടമായി. പിന്നെ അതിൻ്റെ മുകളിലൊക്കെ തുടച്ച് വൃത്തിയാക്കി എടുത്തു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അടുപ്പ്. അപ്പം നിങ്ങൾക്ക് ഈ അടുപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളെന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത്. ഓളെന്ന ഓപ്ഷൻ കൊടുത്താലേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പം നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.